ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റ് ഷേപ്പിലും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയിലും നല്ല അച്ചപ്പം നമുക്ക് തയ്യാറാക്കാവേ. അച്ചിലൊട്ടിപ്പിടിക്കാതെ അതുപോലെ തന്നെ നമുക്ക് പച്ചരി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ബേക്കറി സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 മുട്ട വേണവേ. പിന്നെ വേണ്ടത് റൈസ് പൗഡറാണ് വേണ്ടത്. ഞാൻ എടുത്ത റൈസ് പൗഡർ പത്തിരി പൗഡറാണ് എടുത്തേക്കുന്നത്, വറുത്ത പൗഡറൊന്നും അല്ലേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് തേങ്ങാ പൗഡറാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാലില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങയുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. അത് നമ്മൾ മിക്സിയിൽ കലക്കരുത്, നമ്മളിത് അടിക്കുന്ന കൂട്ടത്തിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാല എടുക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മുട്ടയും അരിയെല്ലാം ഇട്ട് കൊടുക്കുക, വെള്ളം ചേർക്കാതിരുന്നാൽ മതി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അച്ചപ്പത്തിന് നമ്മൾ മാവ് കൂട്ടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കേണ്ടത്. ഞാനൊരു 3-4 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ അളവിലോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാ പാൽപ്പൊടിയാണ് വേണ്ടത്. അത് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. അതല്ല നമ്മുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാവേ. ആ മുട്ടയും പഞ്ചസാരയും നമ്മുടെ ആ തേങ്ങാപ്പാലും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം റൈസ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയേ. അന്നേരം നമുക്ക് കറക്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ കണക്കറിയാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ റൈസ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാവേ. ഞാൻ 1 കപ്പ് റൈസ് പൗഡറാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ 1 കപ്പ് അളവിൽ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ രീതിയിൽ തന്നെ നമ്മൾ അച്ചപ്പം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് പോലും 100% പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാവേ. അച്ചപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എന്നാൽ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അച്ചപ്പം ചിലപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത് കുറേ എണ്ണ കുടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അച്ചിൽ നിന്ന് വിട്ടു വരത്തില്ല. അതൊക്കെ നമ്മൾ മാറാം. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയെടുത്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ എളുപ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അച്ചപ്പം. നമ്മൾ ഇതിലേക്ക് റൈസ് പൗഡർ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. ആവശ്യത്തിന് നമ്മൾ പിന്നെ ഇനി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ അരയ്ക്കുന്നതെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത്. തേങ്ങാപ്പാലിൽ തന്നെ നമ്മൾ ഈ മാവ് അരച്ചെടുക്കാൻ നോക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. മാവ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാലും ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ലേ. ഈ ഒരു പരുവത്തിൽ വേണേ നമ്മൾ കലക്കിയെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ അച്ചപ്പത്തിൻ്റെ മാവിൽ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കില്ല, പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് മധുരം ചേർത്ത് കൊടുക്കരുത്. അല്ല അങ്ങനെ ഒരുപാട് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ നമ്മൾ അച്ചപ്പം എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോവേ. നമ്മൾ ആവശ്യത്തിന് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എടുക്കേണ്ട മാവ് ഈ ഒരു പരുവത്തിനാണ് നമ്മൾ മാവ് എടുക്കേണ്ടത്. ഒരുപാട് കട്ടയാവരുത്, എന്നാളിട്ട് ലൂസും ആയി പോകരുത്. നമ്മൾ അച്ചിൽ മുക്കിയാണ് എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ അച്ചിൽ പിടിക്കണം, ആ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് കലക്കി എടുക്കേണ്ടത്. ഇനി ഒരു നുള്ളുപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. പച്ചരിയിലല്ല നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത്, പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തൊക്കെ ആയിരിക്കും നമ്മൾ അച്ചപ്പം പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ വളരെ ഈസി ആയിട്ട് നമ്മൾ റൈസ് പൗഡറിലാണ് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. പച്ചരിയിലാവുമ്പം അതൊന്ന് കുതിരാനായിട്ടൊക്കെ മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമ്മളൊന്ന് അരച്ചെടുക്കണം. ഇതാവുമ്പം വളരെ എളുപ്പമാണ്. നമുക്ക് റൈസ് പൗഡറിൽ നമുക്ക് ഈ അച്ചപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവേ. ഇനി ഈ മാവ് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണവേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തതാണ്. നല്ല സോഫ്റ്റ് ആവും. നമ്മളൊന്നും കൂടെ ആ മാവ് ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടുവേ. ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടും. അതിനാണ് നമ്മളൊരു 10 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കടകളിൽ നിന്നൊക്കെ നമ്മൾ ഈ അച്ചപ്പമൊക്കെ വാങ്ങിക്കുന്നതിൽ നല്ലത് ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി കഴിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും.
അതിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പല പലഹാരങ്ങളിലും മാസങ്ങളോളം കേടുകൂടാതിരിക്കാൻ വേണ്ടി അതിൽ കെമിക്കലോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സുകളോ എന്തെങ്കിലും ചേർക്കാറുണ്ട്. എന്നാൽ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള യാതൊരു മായവും ചേർക്കുന്നില്ലേ. 100% പ്യുവർ ആൻഡ് ഹെൽത്തിയാണ്. ഞാനിപ്പോൾ ഈ മാവിൽ 1 സ്പൂൺ അളവിൽ എള്ളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എള്ളല്ല, കരിഞ്ജീരകം ആയാലും ചേർത്ത് കൊടുക്കാവേ. ഇതിൽ രണ്ടിൽ ഏതായാലും ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഈ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താൽ നല്ല മണമായിരിക്കും. എള്ള് ചേർത്ത് കൊടുത്താൽ അതൊരു ഹെൽത്തി ആയിരിക്കും. രണ്ടും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ നമ്മുടെ അച്ചൊരു 5 മിനിറ്റോളമായിട്ട് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് ചൂടാക്കണവേ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ അച്ച് ചൂടായി കിട്ടണവേ. അച്ച് നന്നായി ചൂടായാൽ മാത്രമേ നമ്മൾ മാവിൽ മുക്കുമ്പോൾ മാവ് അതിലേക്ക് ഒട്ടിപ്പിടിക്കത്തുള്ളൂ. ഇത് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇതേ രീതിയിൽ വേണം നമ്മൾ മാവിൽ മുക്കാനായിട്ട്. നമ്മൾ മാവിൽ മുക്കുമ്പോഴത്തേക്കിന് മുഴുവനായി മുക്കരുത് കേട്ടോ. 3/4 ഭാഗം മാത്രമേ മുക്കാവൂ. മുഴുവൻ മുക്കിയാൽ പിന്നെ അച്ചപ്പം ചട്ടിയിൽ ഇട്ടാൽ വിട്ടു പോരില്ല നമ്മുടെ അച്ചിൽ നിന്ന്. എന്നിട്ട് എണ്ണയിലേക്ക് വെച്ച് ജസ്റ്റ് 1-2 തവണ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ നല്ല രീതിയിൽ അച്ചപ്പം തനിയെ എണ്ണയിലേക്ക് വീഴുവേ. നമ്മുടെ അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണമേ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറഭാഗം പെട്ടെന്ന് ഉള്ള ക്രിസ്പി ആകത്തുമില്ലേ. നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റണമേ. എണ്ണ ഒട്ടും കുടിക്കില്ല. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവിൽ നമുക്ക് അച്ചപ്പം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവേ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ഇതുപോലുള്ള സ്നാക്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ ഏത് എണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. പലപ്പോഴും ഒരേ എണ്ണ തന്നെ ആയിരിക്കും വീണ്ടും വീണ്ടും തിളപ്പിച്ച് ഉപയോഗിക്കുന്നത്. അത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ലേ. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഓയിലോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും പേടിക്കാതെ ധൈര്യത്തോടെ ഇത് കഴിക്കാവേ. ബേക്കറിയിൽ പോയിട്ട് ഒരു ചെറിയ പാക്കറ്റ് അച്ചപ്പം വാങ്ങണമെങ്കിൽ തന്നെ നല്ലൊരു തുക കൊടുക്കണേ. എന്നാൽ വീട്ടിൽ വെറും 1 കപ്പ് മാവുണ്ടെങ്കിൽ ഒരു വലിയ ഡബ്ബ നിറയെ നമുക്ക് അച്ചപ്പം ചെയ്തെടുക്കാവേ. വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടെ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി നല്ല ക്രിസ്പി അച്ചപ്പവും കുടുംബത്തോടൊപ്പം ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. നമ്മൾ അച്ചപ്പം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല രീതിയിൽ തന്നെ നമ്മുടെ അച്ചപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പിയായ നാടൻ അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു അടുത്ത കിടല ഹെൽത്തി റെസിപ്പിയായി വീണ്ടും കാണാം.